കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001 900156 8000 800120. ഇത്തവണ ഞാനൊരു മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട മോളെ. നിനക്കും എനിക്കൊക്കെ ചതുർത്ഥിയായവള് ഈ പൂമുഖത്തൊന്ന് ഉടനെ പോയിരിക്കും. തുടച്ച് നീക്കും ഞാൻ അവളെ. ഇതുപോലെ ഒരുപാട് തവണ മേക്കേട്ടനും ഇവളുടെ അച്ഛനും അമ്മാവനൊക്കെ ഇവളെ സന്തോഷിപ്പിച്ചതാ. പക്ഷെ അവസാനം നമ്മൾ നിരാശരായിട്ടേ ഉള്ളൂ. ഇത്തവണ അത് ഉണ്ടാവില്ലെന്നാ ഞാൻ പറഞ്ഞത്. അതാ എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിലേ നിങ്ങൾ എല്ലാരും അവളുടെ ശമ്പളക്കാരായി തീരും. എനിക്കിപ്പോ അതുപോലുമില്ല. എന്നെ മൊത്തത്തിൽ മാറ്റി നിർത്തിയിരിക്കുക. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോറ്റാൻ പറ്റാത്ത അവസ്ഥയാവും എനിക്ക്. അയാളുടെ കല്യാണത്തിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചതാ മേക്കേട്ടാ? എടാ, അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ആ സമയത്ത് അവന് നമ്മളെയൊക്കെ ആവശ്യമായിരുന്നു. കാരണമൊക്കെ അറിയത്തില്ല. അവന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഈ വീട്ടിൽ താമസിച്ചതിനേക്കാൾ കൂടുതൽ അവിടെയാ താമസിച്ചിരുന്നത്. കണ്ണൻ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് മര്യാദയ്ക്ക് അങ്ങോട്ട് കേറാൻ പോലും പറ്റിയിട്ടില്ല. കഴിഞ്ഞ തവണ തോമസ് വൈദ്യന്റെ അടുക്ക പോയിട്ട് വന്നപ്പോ അയാളുടെ വലതുകാലിലെ വിരലുകൾക്ക് ചലനം ഉണ്ടായിരുന്നു. ഇത്തവണ ആ കാല് മൊത്തത്തിൽ ചലിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവന്റെ കാലോ കയ്യോ എന്താന്ന് വെച്ചാ ചലിച്ചോട്രാ. പക്ഷെ അവന്റെ മനസ്സിന്റെ ചലനശേഷി അത് ഞാൻ ഉടനെ ഇല്ലാണ്ടാക്കും. അവന്റെ ചെറുകൾ ഇപ്പൊ അവളാടാ ആ മഹാലക്ഷ്മി. ആ ചെറുകളാ ഞാൻ അരിഞ്ഞു വീഴ്ത്താൻ പോകുന്ന. മേഘേട്ടൻ പറഞ്ഞല്ലോ, കുറച്ചു മാസങ്ങളും കൂടി കഴിഞ്ഞാൽ മഞ്ജുവിനെ പോറ്റാനുള്ള സാമ്പത്തികം പോലും മേഘേട്ടനില്ലാന്ന്. ജീവിക്കാനുള്ള പണം എന്റെ അച്ഛനോട് ഞാൻ പറയാം മേഘേട്ടന് തരാൻ. പക്ഷെ എനിക്കൊന്നേ വേണ്ടു. മേഘേട്ടൻ പറഞ്ഞതുപോലെ ഈ ഭൂമുഖത്ത് ഇനി അവൾ ഉണ്ടാവരുത്. ആ ദുഃഖത്തിൽ നീറി ജീവിക്കുമ്പോ അയാൾക്ക് തോന്നും നമ്മളൊക്കെ ഇനി വേണമെന്ന്. അങ്ങനെ ഒരു തോന്നല് അവനുണ്ടാവാനൊന്നും പോകുന്നില്ല. ഇത് വലിയ കേസ് മഴക്കൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. ആ, അവിടെ കരുണയുടെ അച്ഛന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും. എടാ, ജയിലിൽ പോകുന്നെങ്കിൽ പോവാവിടാ. പോയാലും അധികകാലമൊന്നും കിടക്കേണ്ടി വരത്തില്ല. എന്നാലും നമ്മൾ ആഗ്രഹിച്ച സ്വത്ത് അത് നമുക്ക് കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിലും ശരി, അതൊക്കെ അർഹതയില്ലാതെ കയറി വന്നവള് അനുഭവിക്കാൻ പാടില്ല മേഘേട്ട. എനിക്കും അത്രേ ഉള്ളൂ.